എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ മാൻ റോസ്റ്റാണ്. ഒരു 4 ഉള്ളി എടുത്ത് നൈസായി വെട്ടുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 4 തക്കാളി, നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് എത്ര പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. പട്ട, പൂവ്, ഉലുവ, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കൂട്ടുമസാല, ഗരം മസാല, കുരുമുളക്. നന്നായി കഴുകി വെച്ചിട്ടുള്ള മാൻ ഇറച്ചി പുഴുങ്ങാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് മസാല ഇടാം. മഞ്ഞപ്പൊടിയും ഉപ്പും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാൻ ഇറച്ചിന്റെ വേവിനനുസരിച്ച് കുക്കർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോയിൽ വെച്ച് നന്നായിട്ട് എയർ പോവാതെ ക്ലോസ് ചെയ്യുക. ഇതിലേക്കുള്ള മസാല, റോസ്റ്റിനുള്ള മസാല നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മസാല ഉണ്ടാക്കുന്ന പാത്രം ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉള്ളി വാട്ടുക. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ വേവിക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. ഉള്ളി വാടി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് നന്നായി വെന്ത് എന്ന് കണ്ടാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് പിന്നെയും അതേപോലെ മൂടി വെക്കുക. തക്കാളി ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. തക്കാളിയും നന്നായി അലിഞ്ഞ് എന്ന് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലകൾ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ ഒരു നനവിന് വേണ്ടി നേരത്തെ എടുത്തു വെച്ച മാനിറച്ചിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. ഈ മസാല ഒന്ന് ഇതിലേക്ക് ഒന്ന് ആഡായി ഒന്ന് വേവാൻ വേണ്ടിയാണ്. മൂടി വെച്ച് ഓപ്പൺ ആയതിന് ശേഷം ആ മാനിറച്ചി ഇട്ട് കൊടുക്കുക. മാനിറച്ചി ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുക. നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മാനിറച്ചി ആഡ് ചെയ്ത് അതിലുള്ള വെള്ളവും കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്ത് നിങ്ങൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചെടുക്കുക. ഒന്ന് വേവിച്ചെടുക്കുക. മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് എടുക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക.
മാൻ ഇറച്ചി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കഴിക്കാൻ റെഡിയായി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണോ ഇതിൻ്റെ റൂൾസ് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ.